നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണുള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവർ കൊല്ലപ്പെട്ട കേസിൽ ഏകപ്രതിയായ ചെന്താമരയ്ക്കെതിരെ 480 പേജുള്ള കുറ്റപത്രമാണ് കേസന്വേഷണത്തിന്റെ ചുമതലയുള്ള ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കോടതിയിൽ സമർപ്പിച്ചത്. പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണ് പട്ടികയിലുള്ളത്. ഇതിൽ ലക്ഷ്മിയെ കൊല്ലുന്നത് നേരിൽ കണ്ട 16ാം സാക്ഷി ഗിരീഷും ഉൾപ്പെടുന്നു. 30ഓളം രേഖകളും കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാളിൽ നിന്ന് ശേഖരിച്ച രക്തത്തിന്റെ DNA പരിശോധനാ ഫലം നിർണായക രേഖയാണ്. കൊല നടത്തുമ്പോൾ ചെന്താമര ധരിച്ചിരുന്ന ലുങ്കിയിൽ നിന്ന് കിട്ടിയ രക്തക്കറയുടെ പരിശോധനാ റിപ്പോർട്ടും നിർണായകമാകും. ചെന്താമര മാനസിക രോഗിയാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം ഖണ്ഡിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചു. എല്ലാ പഴുതുകളും അടച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും ഡിവൈഎസ്പി എൻ മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജനുവരി 27-നാണ് സുധാകരനും ലക്ഷ്മിയും കൊല്ലപ്പെട്ടത്. കൊലപാതകം നടന്ന 57ാം ദിവസമാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൃത്യം നടന്ന 2 ദിവസത്തിനകം പ്രതിയായ ചെന്താമരയെ അറസ്റ്റ് ചെയ്തിരുന്നു. സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ സമയത്താണ് ചെന്താമര മറ്റ് 2 പേരെയും കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.